ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ വീഡിയോ ക്ലാസ്സാണ്. ചാപ്റ്റർ സെക്കൻഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അധ്യായം 2 ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനേഷൻ എന്നുള്ള പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലിറ്ററസി മിഷൻ്റെ, അതായത് സാക്ഷരതാ മിഷൻ്റെ ടെക്സ്റ്റ് ബുക്കല്ല നമ്മൾ നോക്കുന്നത്, ക്രിസ്പി ആയിട്ടുള്ള നോട്ടാണ്. ഈ നോട്ട് വെച്ച് പഠിച്ചാൽ തന്നെ ധാരാളമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലായിരുന്നു. സുകുമാർ സെൻ ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇത് ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിക്കുന്നതാണ്. ആദ്യ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്ര സംഭവമായിരുന്നു. കാരണം നിരക്ഷരരായിട്ടുള്ള ഭൂരിഭാഗം 80% ആൾക്കാർ നിരക്ഷരരായിട്ടുള്ള ആൾക്കാരാണ്. ആ ആൾക്കാരെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, ജനാധിപത്യം എന്നൊരു ആശയം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു ചരിത്ര സംഭവം തന്നെയായിട്ടുള്ളത്. ആദ്യ 3 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനായിരുന്നു ഗംഭീര വിജയം. അത് എന്തുകൊണ്ടെന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്ര സഖ്യമെന്ന നിലയിൽ കോൺഗ്രസ് വിഭിന്ന ചേരികളെ ഉൾക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇതിലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ 1951 ഒക്ടോബറിനും അതുപോലെ തന്നെ 1952 ഫെബ്രുവരിക്കും ഇടയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായി നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം വേണ്ടി വന്നു. ഇതുവരെ അത്തരത്തിലുള്ളൊരു സംഗതി, ഒരു എലക്ഷൻ നടന്നിട്ടില്ലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, മുമ്പൊക്കെ പഠിച്ചതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ അത് ലിമിറ്റഡ് ആയിട്ടുള്ള അഡൽട്ട് ഫ്രാഞ്ചൈസി ആയിരുന്നു. ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പ്രായപൂർത്തി വോട്ടവകാശത്തിന് അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആദ്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കി 17 കോടി വോട്ടർമാർ സാർവത്രിക പ്രായപൂർത്തി അടിസ്ഥാനത്തിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യമായിട്ടാണ് സാർവത്രിക യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ദെൻ പ്രചരണം, പോളിംഗ്, വോട്ടെണ്ണൽ എന്നിവയ്ക്ക് 6 മാസത്തോളം സമയമെടുത്തു. നമുക്കറിയാം, ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി വരെ നീണ്ടു നിന്നു 1952. ദെൻ വോട്ടർമാരിൽ പകുതി പേർക്കും അതായത് 50% ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു. വോട്ടർമാരുടെ പ്രതികരണം ഇന്ത്യൻ ജനാധിപത്യത്തിനൊരു ആശാവഹമായിരുന്നു എന്നാണ്. 3200 നിയമസഭാ അംഗങ്ങളെയും 489 ലോക്സഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കണം. അതായത് സംസ്ഥാന നിയമസഭയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ലോക്സഭയിലേക്കും ഒരുമിച്ചായിരുന്നു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. 15% വോട്ടർമാർ മാത്രം സാക്ഷരരായിരുന്നു. നമ്മൾ നിരക്ഷരരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് പറഞ്ഞത്. ഇത്രയും വലിയൊരു രാജ്യത്തെ വോട്ടെടുപ്പ് ആദ്യമായിരുന്നു. വിഭിന്നമായിട്ടുള്ള സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന നിരക്ഷരരായിട്ടുള്ള ഇന്ത്യക്കാർക്കിടയിലാണ് വോട്ട് റൈറ്റ്സുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് EVM മെഷീനുകൾ, ഇലക്ട്രോണിക് മെഷീന്, VVPAT, ഇതൊക്കെ നമുക്ക് പരിചയമാണ്. അത് ഇലക്ഷനിലുള്ള റിഫോംസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി വന്നിട്ടുള്ളത് കേരളത്തിലായിരുന്നു. അത് EMS നമ്പൂതിരിപ്പാടായിരുന്നു. ഇന്ത്യയിലെ എല്ലായിടത്തും കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് കേരളം മാറി ചിന്തിച്ചു എന്നാണ് പറയുന്നത്. 1952, 52, 62 കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം നോക്കുകയാണെങ്കിൽ 1952 ആകെ 489 സീറ്റിൽ 364 സീറ്റും കോൺഗ്രസ് നേടി. ദെൻ 494 57 ഉണ്ടായിരുന്നത്, 371 കോൺഗ്രസ് നേടി. 494 തന്നെയായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത് 1962, അതിൽ 361.
ഇപ്പോൾ ഇറ ഓഫ് ഓൺ പാർട്ടി ഡോമിനേഷൻ, ഈ 3 കാലയളവിലും കോൺഗ്രസിൻ്റെ മേധാവിത്വം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ മേധാവിത്വത്തിന് കാരണം എന്ന് പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നിൽ നിന്ന് നയിച്ച പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്കൊരു എന്തുണ്ടായിരുന്നു, അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു അടിത്തറ ഉള്ള ഒരു പാർട്ടിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ അപ്പോൾ പൊട്ടിമുളച്ചിട്ടുള്ള പാർട്ടികളായതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉദയം കൊണ്ടിട്ടുള്ള പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് എന്തുണ്ടായിരുന്നു, സ്വീകാര്യത ഉണ്ടായിരുന്നു. നെഹ്റുവിനെ പോലെയുള്ള നേതൃത്വം, രാജ്യത്താകെ വേരുള്ള പാർട്ടി, കോൺഗ്രസ് പാർട്ടി കെട്ടുറപ്പ്, മറ്റു കെട്ടുറപ്പുള്ള മറ്റു പാർട്ടികളുടെ അഭാവം, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി കോൺഗ്രസ്സിനുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷം സമ്പ്രദായത്തിൻ്റെ ആനുകൂല്യം, ഇതെല്ലാം കോൺഗ്രസ്സിന് ഗുണം ചെയ്തു എന്നാണ്. ഇതൊക്കെയാണ് കോൺഗ്രസ് മേധാവിത്വത്തിനുള്ള കാരണമായിട്ട് പറയുന്നത്. കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ സ്വഭാവം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യപരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ മേധാവിത്വം. ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. അത് നാഷണൽ മൂവ്മെൻറ്റിൻ്റെ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഒരു ജനാധിപത്യ സർക്കാരായിരിക്കും എന്നുള്ളതാണ്. സ്വതന്ത്രവും നിഷ്പക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു നടന്നിരുന്നത്. പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തിയിരുന്നു. ഏതൊരു കക്ഷിക്കും മത്സരിക്കാനും കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും അവസരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ജനാധിപത്യം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയൊരു ചൂതാട്ടം, ഏറ്റവും വലിയൊരു ഗാംബ്ലിംഗ് ആയിരുന്നു എന്ന് പറയുന്നു. കാരണം അത് സക്സസ് ആവുമോ അല്ലയോ എന്ന് ഉറപ്പില്ലായിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യം സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലായിരുന്നു. ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയൊരു രാജ്യം ഇത്രയും വോട്ടർമാർ ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പ് നിരക്ഷരരായിട്ടുള്ള, ദരിദ്രരായിട്ടുള്ള ജനതയെ വെച്ച് ലോകത്ത് ആദ്യമായിട്ട് നടന്നിട്ടുള്ള വലിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിനു മുമ്പ് യൂറോപ്പിലും മറ്റു വികസിത രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ജനാധിപത്യം വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവികസിത രാജ്യത്ത് ഇത് പ്രായോഗികമാകുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യം സ്വീകരിച്ച സമയം പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം അനുവദിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാവർക്കും പ്രായപൂർത്തി വോട്ടവകാശം നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ സാഹചര്യങ്ങൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരീക്ഷണം വെല്ലുവിളിയായിരുന്നു, ഒരു ഗാംബ്ലിംഗ് ആയിരുന്നു എന്നാണ്. ഇപ്പോൾ കോൺഗ്രസ് സാമൂഹ്യ പ്രത്യയശാസ്ത്ര സഖ്യമെന്ന നിലയിൽ കോൺഗ്രസ്സിലെ മഴവിൽ പാർട്ടി എന്ന് വിളിക്കപ്പെടുന്നു. പല വൈവിധ്യമാർന്ന ഗ്രൂപ്പുകളെ ഒന്നിച്ച് അണിനിരത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വർഗപരമായിട്ടും ജാതിപരമായിട്ടും മതപരമായിട്ടും ഭാഷാപരമായിട്ടും എല്ലാ താല്പര്യക്കാരെയും പ്രതിനിധീകരിക്കുന്ന ഒരു സഖ്യമായിരുന്നു കോൺഗ്രസ് ആയിട്ടുള്ളത്. വിപ്ലവകാരികളും സമാധാനവാദികളൊക്കെ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നുള്ളത്. മറ്റുള്ള പാർട്ടികളെക്കുറിച്ച് ചോദിക്കുന്നത് ചോദ്യം വരാറുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. ജനാധിപത്യ സോഷ്യലിസ്റ്റ് സമൂഹം മുതലാളിത്തത്തെ എതിർക്കുന്നു, ഇതാണ് ആശയം വരുന്നത്. ഇതിൻ്റെ നേതാക്കൾ ജയപ്രകാശ് നാരായണൻ, അച്യുത് പട്വർദ്ധൻ, അശോക് മേത്ത, നരേന്ദ്രദേവ്, എസ് എം ജോഷി, റാം മനോഹർ ലോഹിയ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, ശാസ്ത്രീയ സോഷ്യലിസം കമ്മ്യൂണിസം, ഇതാണ് എ കെ ഗോപാലം, SA ഡാംഗെ, EMS, PC ജോഷി, സുന്ദരിയ, അജയ് ഘോഷ്. ദെൻ അടുത്തത് ഭാരതീയ ജനസംഘം, ഒരു രാജ്യം ഒരു സംസ്കാരം. ഓക്കെ, ഇന്നത്തെ BJPയുടെ ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഇൻഫാൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നു. ഭാരതീയ ജനസംഘം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം, അഖണ്ഡ ഭാരത്, ഇതൊക്കെയാണ് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജി, അതുപോലെ തന്നെ ദീൻ ദയാൽ ഉപാധ്യായ, ഇവരൊക്കെയായിരുന്നു ഇതിൻ്റെ. ഇനി സ്വതന്ത്ര പാർട്ടിയാണ്. സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ലേസെ ഫെയർ, രാഷ്ട്ര നിയന്ത്രണങ്ങളെ എതിർക്കുന്നു, സ്വകാര്യ സ്വത്തവകാശത്തെ അനുകൂലിക്കുന്നു. ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാക്കുന്നതിന് ഒരു ഊന്നൽ നൽകിയിട്ടുള്ള പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നേതാക്കളായിരുന്നു രാജഗോപാലാചാര്യം, അതുപോലെ തന്നെ KM മുൻഷി, മിനു മസാനി, MG രംഗെ. ഓക്കെ, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കാം. താങ്ക് യു.